നമ്മുടെ അടുത്തൊരു കോളേജിൻ്റെ വർക്ക് കൂടെ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഏകദേശം സ്റ്റോക്ക് കണ്ടീഷനിലാണ്, ടെസ്റ്റിനുള്ള വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലിപ്പിൽ തന്നെ നിർത്തിയിട്ടുണ്ട്. ഏകദേശം ഫുൾ വർക്കുള്ള വണ്ടി തന്നെയാണ്, കംപ്ലീറ്റ് A to Z. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപ്പ് കയറണം, ഇനിയിപ്പോൾ സൈഡിൽ ഫുഡ് സ്റ്റെപ്പ് കയറണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കിയുള്ള വർക്കുകൾ ഇതിനകത്ത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സ്കേർട്ട് ചെയ്തിട്ടുണ്ട്, അതേപോലെ സ്കേർട്ടിൽ വരുന്ന ലൈറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള നമുക്ക് സ്റ്റോക്ക് കണ്ടീഷനിൽ എങ്ങനെയാണോ ആ ഒരു രീതിക്ക് മാത്രം നമ്മൾ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള വർക്കുകൾ നമ്മൾ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള വർക്കുകൾ ചെയ്തിട്ടുള്ളൂ. പിന്നെ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞാൽ നമ്മൾ ഗ്രില്ല് ഇതിനകത്ത് മാറിയിട്ടുണ്ട്, അതുപോലെ ബോണറ്റ് ക്രോം നമ്മൾ മാറിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് എല്ലാ ലൈറ്റുകളും നമ്മൾ ഇതിനകത്ത് മാറിയിട്ടുണ്ട്. അതുപോലെ ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ DRL ട്യൂബ് ടൈപ്പ് DRL കൊടുത്തിട്ടുണ്ട്. ലോഗോ നമ്മൾ ഒട്ടിച്ചിട്ടില്ല, ലോഗോ സ്റ്റോക്ക് ഔട്ട് ആയതുകൊണ്ട് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ടേ വരുള്ളൂ. വരുന്ന സമയത്ത് ടൊയോട്ടയുടെ ലോഗോ നമ്മൾ ഒറിജിനലാണ് ഒട്ടുന്നത്, ഒറിജിനൽ തന്നെ അതിനകത്ത് ഫിക്സ് ചെയ്യും. നമ്മളിപ്പോൾ ഇത് ഫ്രണ്ട് ഗ്രില്ലല്ല, നമ്മൾ ഒറിജിനൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, IND നമ്പർ പ്ലേറ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ തന്നെ സ്റ്റീലിൻ്റെ ഒരു നമ്പർ പ്ലേറ്റ് ഗാർണിഷല്ല, അതിൻ്റെ പ്ലേറ്റും വരുന്ന സ്റ്റീലിൽ വരുന്ന ഒരു ഫ്രെയിമും നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്നത്. പൊതുവെ നമ്മൾ ബ്ലാക്കാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ കസ്റ്റമർ പ്രത്യേകം റിക്വസ്റ്റ് പറഞ്ഞതാണ്, അപ്പോൾ നമുക്ക് ക്രോം തന്നെ വേണം പറഞ്ഞിട്ട് ആ ഒരു ക്രോമിൽ നമ്മൾ നമ്പർ പ്ലേറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഫോഗ് ലാമ്പും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്കേർട്ടോട് കൂടി നിർത്തിയിട്ടുണ്ട്. ലിപ്പ് കാര്യങ്ങളെല്ലാം പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. ടെസ്റ്റ് വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ലിപ്പ് സെറ്റ് ചെയ്ത് ഇതാക്കുന്നത്. അപ്പോൾ നമ്മൾ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അലോയ് വീല് ഒറിജിനൽ സ്റ്റോക്ക് കണ്ടീഷനിലുള്ള അലോയ് വീല് തന്നെയാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. അതേപോലെ നേരത്തെ ഉണ്ടായിരുന്ന ടയർ തന്നെയാണ് അതിനകത്തും കയറ്റിയേക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന ഹൈലക്സിൻ്റെ മിറർ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വൈപ്പർ ബ്ലേഡ് ക്രിസ്റ്റ ടൈപ്പ് വൈപ്പർ ബ്ലേഡും നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുഡ് സ്റ്റെപ്പ് സ്റ്റീൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ സെറ്റ് ചെയ്യുന്നില്ല, അതിനി ടെസ്റ്റൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ബാക്കിയുള്ള വർക്കുകൾ കംപ്ലീറ്റും ചെയ്യുള്ളൂ. കൂടുതൽ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ടിൻ്റെ വർക്ക് തന്നെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അത് കൂടുതലും ചെയ്തിരിക്കുന്നത് ഉള്ളിൽ ഇൻറ്റീരിയറിൽ നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ സൺറൂഫ് നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ 360 ക്യാമറയും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഗ്രില്ല്, ബാക്ക്, അതുപോലെ തന്നെ 2 മിററിലും ഇതിൽ 360 ക്യാമറ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് വേറെ നമ്മൾ ഫുഡ് സ്റ്റെപ്പിൻ്റെ മഡ് ഫ്ലാപ്പ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റീലോട് കൂടി വരുന്ന മഡ് ഫ്ലാപ്പ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലൈറ്റുകളെല്ലാം നമ്മൾ ഒറിജിനലാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ഉപയോഗിച്ചിട്ട് ബാക്കിയെല്ലാം നമ്മൾ ഒറിജിനലാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് ഇൻറ്റീരിയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയറിലാണ് കൂടുതൽ നമ്മൾ വർക്ക് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് ഇൻറ്റീരിയറിൽ നമ്മൾ ഡാഷ്ബോർഡ് നമ്മുടെ സെയിം പാത്തുവിൻ്റെ സ്റ്റൈൽ, ഏകദേശം വണ്ടികളെല്ലാം നമ്മൾ പാത്തുവിൻ്റെ സ്റ്റൈലിലേക്കാണ് കൊണ്ടുവരുന്നത്. എല്ലാവർക്കും ആ ഒരു തീമാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ ഒരു തീമിലേക്ക് തന്നെ നമ്മളിത് കൊണ്ടുവന്നിട്ടുണ്ട്. ഡാഷ്ബോർഡും അതേപോലെ നമ്മുടെ ജീൻസിൻ്റെ ഒരു റെക്സൻ വരുന്ന പോലുള്ള ഡാഷ്ബോർഡ് നമ്മളിതിനകത്ത് റെക്സൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡോർ പാഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വൈറ്റ് തീം നമ്മുടെ വണ്ടിയിൽ എങ്ങനെയാണോ ആ ഒരു രീതിക്ക് തന്നെ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ സ്പീക്കർ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ JBLൻ്റെ സിസ്റ്റമാണ് നമ്മളിതിനകത്ത് സ്പീക്കർ സിസ്റ്റം സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ വരുന്ന സ്പീക്കർ സിസ്റ്റത്തിലൊന്നും ഗ്രില്ലില്ല, മൊത്തം ഓപ്പൺ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഗ്രില്ലില്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു ടൈപ്പിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാനും നല്ലൊരു രസമായിരിക്കും. നമ്മൾ നല്ലൊരു ബീറ്റൊക്കെ വെക്കുമ്പോൾ അത് കിടന്നിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതും കാണാനൊരു രസമായിരിക്കും. എന്തായാലും സൂക്ഷിക്കണം, കയ്യോ കാലോ തട്ടുമ്പോഴോ അങ്ങനെ ഡാമേജ് ആവാതെ ഒന്ന് സൂക്ഷിക്കണമെന്ന് മാത്രം. പക്ഷേ കാണാൻ നല്ല രസമാണ്. അതിലോട് കൂടി തന്നെ നമുക്ക് കോമ്പോണൻ്റാണ് അതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇന്നോവയുടെ നമ്മൾ ആൻഡ്രോയിഡ് സിസ്റ്റം ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സിസ്റ്റം തന്നെയാണ്. നമ്മൾ ബ്ലോക്ക് പങ്ക് അതിൻ്റെ അടുത്തൊക്കെ വരുന്ന ഒരു സിസ്റ്റം തന്നെയാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. 360 സപ്പോർട്ടറാണ്. അതേപോലെ ആൻഡ്രോയിഡ് ഓട്ടോ കാർപ്ലേയും ഇതിനകത്ത് വർക്ക് ചെയ്യും. അത് ലൈസൻസോട് കൂടിയിട്ടുള്ളതാണ്. ക്രാക്ക്ഡ് വേർഷൻ അല്ല, ഒറിജിനൽ വേർഷനാണ് ഇതിനകത്ത് വരുന്നത്. വണ്ടിയിൽ കയറിയാൽ തന്നെ അപ്പോൾ തന്നെ ഫുള്ള് നമ്മുടെ മൊബൈലിലുള്ള എല്ലാ ഇതും അതിനകത്ത് വന്ന് സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റമാണ് നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സെൻട്രൽ കൺസോൾ നമ്മൾ ഹൈഡ്രോ ടിപ്പിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൺറൂഫ് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ BMW സൺറൂഫാണ് ആഡ് ചെയ്തേക്കുന്നത്. സൺറൂഫ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും സ്വിച്ച് വന്നിട്ട് നമ്മൾ സെപ്പറേറ്റ് നമ്മളൊരു സ്വിച്ചാണ് ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നത്. നമ്മുടെ വണ്ടിയുടെ പവർ പോയിൻ്റോടെ സ്വിച്ച് തന്നെയാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. കറക്റ്റാണ്. നമുക്ക് ഇതുവരെ കംപ്ലയിൻറ്റ് നമ്മുടെ വണ്ടിയിലും ഇത് തന്നെയാണ്, ഈ സ്വിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. ഇതുവരെയ്ക്കും നമുക്കൊരു ഫോൾട്ടോ കാര്യങ്ങളൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല. കുറേ ഏകദേശം 1 വർഷത്തിന് മേലെയായി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ടൈപ്പ് ഇത് തന്നെ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. BMWയുടെ സൺറൂഫാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് സീറ്റും ബാക്ക് സീറ്റും നമ്മൾ ബട്ടർഫ്ലൈ സീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ സെയിം സ്റ്റൈലിൽ തന്നെ ബട്ടർഫ്ലൈ സീറ്റ് നമ്മൾ ആക്കിയിട്ടുണ്ട്. ബാക്ക് റോ സീറ്റ് നമ്മൾ നോർമൽ ബെഞ്ച് സീറ്റിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അതിൽ 3 ഹെഡ് റെസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് കസ്റ്റമർ പ്രത്യേകം ഹെഡ് റെസ്റ്റ് 3 വേണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ 3 ഹെഡ് റെസ്റ്റ് അതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒറിജിനൽ സീറ്റ് തന്നെയായിരുന്നു ഫ്രണ്ടും ബാക്കും. ആ
RSൻ്റെ ഒറിജിനൽ സീറ്റ് തന്നെയാണ് ഇതിനകത്ത് വന്നത്. അതേ സീറ്റിൽ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. സീറ്റ് ഓൾട്രേഷൻ പണിയൊന്നും ചെയ്തിട്ടില്ല. ബട്ടർഫ്ലൈ സീറ്റ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മാറ്റം വരുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിലുള്ള അതേ GRൻ്റെ സ്റ്റിയറിംഗ് വീല് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് വരുമ്പോൾ തന്നെ ഒരു പ്രീമിയം ലുക്ക് നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യും. കോളേജ് 2004 മോഡലാണെന്നുണ്ടെങ്കിലും നമ്മുടെ ടേസ്റ്റിന് അത് പക്ക ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ സീറ്റ് ബെൽറ്റിലെല്ലാം നമ്മൾ TRDയുടെ സീറ്റ് ബെൽറ്റ് ഇതിനകത്ത് ആക്കിയിട്ടുണ്ട്. നേരത്തെ ഉള്ളത് മാറ്റിയിട്ട് TRDയുടെ സീറ്റ് ബെൽറ്റ് നമ്മൾ ഇതിനകത്ത് ചെയ്യണം തന്നെ. അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോളുകളെല്ലാം നമുക്ക് വർക്കിംഗ് ആണ്. പക്ഷേ നമുക്ക് ഈ റൈറ്റ് സൈഡിൽ വരുന്ന കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്, അത് നമുക്ക് വർക്കിംഗ് അല്ല. അതിൽ നമുക്ക് വോളിയം കൺട്രോൾ വർക്കിംഗ് ആവും. അതേപോലെ തന്നെ നെക്സ്റ്റ് പ്രിവ്യൂ ആ സംഭവം വർക്കാവും, അത്രേ ഉള്ളൂ. ബാക്കിയുള്ള ഇതിലുള്ളതൊക്കെ ബാക്കിയുള്ള ക്രൂസ് കൺട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അതൊന്നും വർക്കിംഗ് അല്ല. അത്യാവശ്യം നമുക്ക് ആൻഡ്രോയിഡ് സിസ്റ്റത്തിന് വേണ്ട എല്ലാ സംഭവങ്ങളും നമുക്ക് ഇതിനകത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. പിന്നെ സൺറൂഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മുടെ ബാക്ക് ഡോറിലെ പവർ വിൻഡോൻ്റെ സ്വിച്ചാണ് ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. പവർ വിൻഡോയും നമ്മൾ BMW സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് കറക്റ്റ് വർക്കിംഗ് ആണിത്, കണ്ടില്ലേ. നമ്മൾ ആ ഫ്രെയിം കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ആ ഒരു ലെവലിൽ കറക്റ്റായിട്ട് ഇരിക്കും. BMW ആയതുകൊണ്ട് നമുക്ക് നല്ലോണം ഗ്യാപ്പ് ഉണ്ടാവും. അതേപോലെ തന്നെ ഒപ്ട്ര അങ്ങനെയുള്ള വണ്ടികൾ, ഷെവർലൈറ്റിൻ്റെ വണ്ടികളാകുമ്പോൾ നമുക്ക് ഗ്യാപ്പ് കുറവാണ്, കുറച്ചുകൂടെ ചെറുതായിരിക്കും, പക്ഷേ മുകളിൽ ഫ്ലാറ്റായിരിക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഹേന്ദ്ര മറ്റേ സ്കോർപ്പിയോ അങ്ങനെയുള്ള വണ്ടികളിൽ വരുന്ന മാതിരി കുറച്ച് പൊന്തി നിൽക്കും, ഒരു ബൾജായിട്ട് നിൽക്കും മുകളിൽ. BMW വലിയ വണ്ടിയുടെ ആയതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് അങ്ങനെ ഒരു ഓവൽ ടൈപ്പാണ്. ഈ വരുന്ന ഫ്രെയിം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഫ്രെയിം എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഗ്ലാസ് കറക്റ്റായിട്ട് സീറ്റിംഗ് ആയി നിൽക്കില്ല. അതുകൊണ്ട് അതിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആ വണ്ടിയിൽ ടോപ്പ് എങ്ങനെയാണോ ആ ടോപ്പിനനുസരിച്ച് നമ്മൾ റൂഫ് ചെയ്യാനേ പറ്റുള്ളൂ. വേറെ ഓൾട്രേഷൻ വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഷെവർലൈറ്റിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് നമ്മുടെ വണ്ടിയുടെ അതേ ഫ്ലാറ്റിൽ നിൽക്കും. പിന്നെ പലരും ഫ്രണ്ടിൽ ചെയ്യാറുണ്ട്. പക്ഷേ ഫ്രണ്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കയറി നിൽക്കാനായിട്ടൊരു ബുദ്ധിമുട്ട്. ഇത് ബാക്കിലാകുമ്പോൾ വലിയവർക്കും ചെറിയവർക്കും ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ കയറി നിന്ന് നോക്കാം. ഇത് ഫ്രണ്ടിലാകുമ്പോൾ നമുക്ക് മക്കൾ കുട്ടികൾക്കുള്ള മാത്രമേ, ഇത്രയുള്ള ഹൈറ്റുള്ള ആൾക്കാർക്ക് മാത്രമേ കയറി നിന്ന് നോക്കാൻ പറ്റുള്ളൂ. ബാക്കിലാണെങ്കിൽ അങ്ങനെയല്ല, വലിയ ആൾക്കാർക്കും ആർക്ക് വേണമെന്നുണ്ടെങ്കിലും കയറി നിന്ന് നമുക്ക് പുറമേയൊക്കെ ടൂറൊക്കെ പോകുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ നമുക്ക് സാധിക്കും. ഇതിൽ തന്നെ നമുക്ക് ക്ലോസിങ്ങും കറക്റ്റാണ്. ഒരു ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫ്രീ പ്ലേ ഉണ്ട് അതിനകത്ത്, ഒരു ഫ്രീ പ്ലേ എന്ന് വെച്ചാൽ ആ ഫ്രീ പ്ലേയിൽ വേണം നിർത്താനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് പൊന്തി നിൽക്കും, അല്ലെങ്കിൽ താന്നി നിൽക്കും. നമ്മൾ സ്വിച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കൽ ആക്കി കഴിഞ്ഞാൽ ആ കറക്റ്റ് പൊസിഷനിൽ ലോക്കായി വന്നു. പക്ഷേ ഇതങ്ങനെയല്ല, ഫുൾ ടൈം വർക്കിംഗ് ആണ്. അതുകൊണ്ട് ഒരു ഫ്രീ പ്ലേ, ഒരു 2 സെക്കൻഡ് ഫ്രീ പ്ലേ ഉണ്ട്. നമ്മൾ ഒന്ന് അടഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അമർത്തി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇത് പൊങ്ങുള്ളൂ. അപ്പോൾ ആ ഗ്യാപ്പിൽ വേണം നമുക്ക് കറക്റ്റായിട്ട് നിർത്താം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫുൾ ക്ലോസിങ് ആവുള്ളൂ. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ അതും ഇതേപോലെ തന്നെ പൈപ്പിംഗ് ഒക്കെ കറക്റ്റ് ലെവലിലുള്ള പൈപ്പിംഗാണ് ചെയ്തേക്കുന്നത്. ആ സൈഡ് 2 പൈപ്പ് വരും, ഈ സൈഡ് 2 പൈപ്പ് വരും. അത് കറക്റ്റ് ബാക്ക് പില്ലറിൽ കൂടെ ഇറക്കി കറക്റ്റ് ലെവലിൽ മടങ്ങാതെ കറക്റ്റ് ലെവലിൽ ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങിയാലും നമുക്ക് ഉള്ളിലേക്ക് ഒരിക്കലും ചോർച്ച വരില്ല, കറക്റ്റ് അടിയിലേക്ക് തന്നെ പോകും. ആ പൈപ്പ് കറക്റ്റായിട്ട് വെക്കണം, ബെൻഡില്ലാതെ കറക്റ്റായിട്ട് വെച്ചാൽ മാത്രമേ നമുക്കത് ആവുള്ളൂ. പിന്നെ ബാക്ക് റോയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെയിം ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന അതേ സിസ്റ്റം തന്നെ ബാക്ക് റോയിലും കോമ്പോണൻറ്റ് സ്പീക്കർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. 70 മാറ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. HODയുടെ ഒരു 2 ഹെഡ് റെസ്റ്റ് മോണിറ്ററും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ആൻഡ്രോയിഡ് ആണ്, സെപ്പറേറ്റ് വർക്ക് ചെയ്യിപ്പിക്കാം. കണക്റ്റഡ് അല്ല, സെപ്പറേറ്റ് നമുക്ക് ഏത് ഇപ്പോൾ ഉള്ളിലൊരു വൈഫൈയുടെ കണക്ഷൻ ഒരു മൊബൈലിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഹോട്ട്സ്പോട്ട് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫ്രണ്ടിൽ ഇതും വർക്ക് ചെയ്യുക, നമുക്ക് ഈ 2 മോണിറ്ററും വർക്ക് ചെയ്യുക. അതുകൂടാതെ തന്നെ നമുക്ക് അതിൽ നിന്ന് ഒരു വീഡിയോ ഔട്ടും കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടിൽ നമ്മൾ ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിലും വർക്ക് ചെയ്യും. പക്ഷേങ്കിൽ ക്ലാരിറ്റി കുറച്ച് കുറവായിരിക്കും. ഫ്രണ്ടിൽ കാണുന്നത് പോലെ നമുക്ക് അത്രയും പക്ക ക്ലാരിറ്റിയിൽ ബാക്കിൽ കാണാൻ പറ്റില്ല. പക്ഷേ വീഡിയോ ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ നമ്മൾ 2 ഹെഡ് റെസ്റ്റ് മോണിറ്ററും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഒക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഹെഡ് റെസ്റ്റിലേ വരുന്നൊരു മോണിറ്റർ ആയിരുന്നു. അത് മാറ്റിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ബാക്കിലിരിക്കുന്ന ആൾക്കാർക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ബാക്ക് റോയിൽ നമ്മൾ കൊടുത്തിട്ടില്ല. ബാക്ക് റോയിൽ ആ സിമ്പിളായിട്ട് അങ്ങനെ തന്നെ വിട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ അത്യാവശ്യം ഇത് തന്നെ മതി. നമ്മുടെ വണ്ടിയിൽ 4 കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ടിലും ബാക്ക് സീറ്റിലും ഈ സീറ്റിലും കൊടുത്തിട്ടുണ്ട്. 4 നമ്മുടെ വണ്ടിയിൽ ചെയ്തേക്കുന്നത്. പിന്നെ ബാക്ക് റോയിൽ നമ്മൾ 2 JBLൻ്റെ തന്നെ 500 വാട്ട്സിൻ്റെ ഓവൽ സ്പീക്കറും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഏകദേശം നമുക്ക് സൗണ്ട് സിസ്റ്റം തന്നെ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഇതെല്ലാം ഡ്രൈവ് ചെയ്യുന്നത് നമ്മൾ ആമ്പ് വഴിയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ബ്ലോക്ക് പങ്കിൻ്റെ 4 ചാനൽ ആമ്പ് വഴിയാണ് ഈ സ്പീക്കേഴ്സിനെല്ലാം നമ്മൾ ഔട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കേൾക്കാൻ നല്ല രസമുണ്ടാകും, നല്ല ബീറ്റ് ഉണ്ടാകും. അതുപോലെ വോക്കലും കാര്യങ്ങളെല്ലാം കോമ്പോണൻറ്റ് സ്പീക്കർ ആയതുകൊണ്ട് കറക്റ്റ് ബീറ്റ് എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റും.
പിന്നെ ഒരു അപ്ഡേഷൻ കൊണ്ടുവന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോണറ്റിൽ സ്റ്റേ കൊടുത്തിട്ടുണ്ട്. സ്റ്റേ കൊടുത്തിരിക്കുന്ന നമ്മൾ ആൾട്ടോയുടെ ഡിക്കി സ്റ്റേ വെച്ചിട്ടാണ് ഇതിൽ സ്റ്റേ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല പവർ ഉണ്ടാവും. നമ്മൾ അടച്ചിട്ട് തുറക്കുമ്പോൾ ഇത്തിരി ഒന്ന് കൈ കൊണ്ട് ലോഡ് ചെയ്തിട്ട് വേണം തുറക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് പ്രഷർ വരും. എന്ന് വെച്ചാൽ 2 ഷോക്ക് കൊടുത്തതുകൊണ്ട് കുറച്ച് പ്രഷർ കൂടുതലാണ്. ഇനിയിപ്പോൾ 800 വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം, അൾട്ടോൻ്റെ കൊടുക്കുക, വാഗണറിൻ്റെ കൊടുക്കുക. അതിൻ്റെ മേലുള്ള വണ്ടികൾക്ക് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഡിക്കി കുറച്ചുകൂടെ പ്രഷർ വരും. എന്ന് വെച്ചാൽ ഡിക്കി വെയിറ്റുള്ള വണ്ടികളുടെ ഡിക്കിക്ക് നമുക്ക് ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് തുറക്കാൻ നോക്കും. ഇതാകുമ്പോൾ കറക്റ്റാണ്. 800 വാഗണർ അൾട്ടോ ഈ വണ്ടികളുടെ നമുക്ക് കറക്റ്റായിരിക്കും. ഏകദേശം ഈ ഒരു പൊസിഷൻ വന്നാലേ പൊങ്ങുള്ളൂ, കറക്റ്റായിട്ട് പൊങ്ങുള്ളൂ. എന്നാലും ഒന്ന് പിടിച്ചിട്ട് വേണം ആക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഡിക്കി സ്റ്റേ ആ കമ്പി ഒഴിവാക്കിയിട്ട് നമ്മളിപ്പോൾ ഈ ഒരു ലെവലിലും ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 JBLൻ്റെ 500 വാട്ട്സിൻ്റെ ഓവൽ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ഒരു സോണി എക്സ്പ്ലോറിൻ്റെ 1800 വാട്ട്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതും ബോക്സൊക്കെ നമ്മൾ തന്നെ അടിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ വണ്ടിയിലും വരുന്നത് ബാക്ക് സീറ്റ് ചിലപ്പോൾ ഒറിജിനലായിരിക്കും, ചിലപ്പോൾ വേറെ വണ്ടികളുടെ ഓൾട്ടർ ചെയ്ത് വരും. അപ്പോൾ അതിൽ നമുക്ക് ട്യൂബോ അല്ലാന്നുണ്ടെങ്കിൽ റെഡിമെയ്ഡ് വരുന്ന ബോക്സോ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല, കറക്റ്റ് പൊസിഷനിൽ കിട്ടില്ല. എന്ന് വെച്ചാൽ ചെറിയ ഡിക്കിയാണ് ഇതിനകത്ത്, വോളിയം കുറവാണ്, അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തന്നെ അതിൻ്റെ അളവ് എടുത്തിട്ട് നമ്മൾ തന്നെ ഫ്ലൈവുഡ് എടുത്ത് ബോക്സ് അടിച്ച് കറക്റ്റ് ലെവലിൽ എത്ര നമുക്ക് വെക്കാൻ പറ്റുമോ അത്രയും മാക്സിമം ഇത് ലെവലിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ബീറ്റും കാര്യങ്ങളും കിട്ടും. ഇതിന് സെപ്പറേറ്റ് നമ്മൾ JBLൻ്റെ ഒരു ആമ്പ് ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്പീക്കറുകളിലേക്ക് നമ്മൾ 4 ചാനൽ ആമ്പും ഇതിലേക്ക് 2 ചാനൽ ആമ്പും നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കേർട്ടിൽ 2 മെട്രിക്സ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഡബിൾ മഫ്ലർ വരുന്നതാണ്. അത് നമ്മൾ അടുത്ത സർവീസിനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ. മഫ്ലർ കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത സർവീസിനെ ചെയ്യുന്നുള്ളൂ. പിന്നെ ഡിക്കിയിൽ നമ്മൾ ഡിക്കി റിഫ്ലാക്ടർ ഒറിജിനൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റും INDയുടെ നമ്പർ പ്ലേറ്റ് വിത്ത് ക്രോം വരുന്ന ഗാർണിഷ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് ലൈറ്റുകളെല്ലാം നമ്മൾ ഒറിജിനൽ പുതിയത് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ബാക്കിലെ കോമ്പിനേഷൻ അത് ശരി, ഡിക്കി റിഫ്ലാക്ടർ കാര്യങ്ങളെല്ലാം ഒറിജിനൽ തന്നെ ഇട്ടിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് ഗാർണിഷും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബീറ്റിൻ്റെ ഒരു റിയർ വൈപ്പർ ആകുമ്പോൾ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ വർക്കുകളുണ്ട്, പെൻഡിങ് ആണ്. അത് അടുത്ത സർവീസിലാണ് നമ്മൾ ബാക്കിയുള്ള വർക്കുകൾ ചെയ്യുള്ളൂ. മെയിനായിട്ട് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റീരിയർ ഫുള്ള് ഫോക്കസ് ചെയ്ത് നമ്മൾ പക്ക നീറ്റാക്കി ചെയ്തിട്ടുണ്ട്. ഇനി എക്സ്റ്റീരിയർ കുറച്ചുകൂടെ വർക്കുണ്ട്. അതും കൂടെ വന്നാലേ വണ്ടി ഒരു കാണാനൊരു നമ്മുടെ പാത്തുവിൻ്റെ ഒരു ലുക്കിലേക്ക് വരുള്ളൂ. സെയിം ആ കണ്ടീഷനിലേക്കാണ് ആക്കാൻ പോകുന്നത്. കുറച്ചുകൂടെ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുത്തൊരു സർവീസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള വർക്കും കൂടെ ഇതിനകത്ത് നമുക്ക് ഫിനിഷ് ചെയ്യാം. A to Z വർക്കിന് വന്നായിരുന്നു നമുക്ക് എല്ലാ വർക്കും. വണ്ടി കൊണ്ടുവന്ന് തന്ന അതിലുള്ള എല്ലാ കംപ്ലൈൻറ്റുകളും മാറ്റി ഫുള്ള് റീസ്റ്റോർ ചെയ്ത് നമ്മുടെ പാത്തുവിൻ്റെ ആ സെയിം കണ്ടീഷനിലേക്ക് ആക്കാനാണ് വണ്ടി വന്നത്. അപ്പോൾ നമ്മൾ അതേ സിറ്റുവേഷനിൽ തന്നെ ചെയ്തിട്ടുണ്ട്. മെക്കാനിക്കൽ വർക്കും കഴിഞ്ഞു, അതേപോലെ തന്നെ റീസ്റ്റോറേഷൻ വർക്ക് ഏകദേശം ഫുള്ള് കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് മോഡിഫിക്കേഷൻ വർക്ക് മാത്രം ചെറിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തായാലും നമുക്ക് അടുത്ത സർവീസിന് നോക്കിയിട്ട് ചെയ്യാം. മെക്കാനിക്കൽ വർക്കും ഇപ്പോൾ ഓടിച്ച് നോക്കുമ്പോൾ ഫിറ്റാണ്. പക്ഷേ ബോഡിയിൽ ഉണ്ടാകുന്ന ചെറിയ സൗണ്ടുകൾ കീച്ചെന്നുള്ളൊരു സൗണ്ടുകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇത് ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞതോട് കൂടിയിട്ട് അതും കൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് പക്കയായിട്ട് നിൽക്കും. നാളേക്കാണ് നമുക്ക് ഡെലിവറി പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ എല്ലാം ക്ലിയർ ആക്കിയിട്ട് നീറ്റാക്കിയിട്ട് കസ്റ്റമർക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. പിന്നെ ഇതിൽ നമ്മൾ മെക്കാനിക്കൽ വർക്ക് ഏകദേശം ഫുൾ വർക്ക് ഇതിലുള്ള എല്ലാ വർക്കുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് സീറ്റിൽ നിന്ന് ചെറിയൊരു സൗണ്ട് വരുന്നുണ്ട്, കിലുകിൽ സൗണ്ടുകൾ വരുന്നുണ്ട്. കോളിസപ്പുറത്തൊരിക്കൽ എപ്പോഴും ഡോറിന്നും അതുപോലെ തന്നെ ഡിക്കിന്നും ഒക്കെ സൗണ്ടുകൾ കൂടുതലാണ്. എന്ന് വെച്ചാൽ ലോങ് ചേസ് വണ്ടിയും അത് ഇങ്ങനെ ഇളകുമ്പോൾ നെരുങ്ങുന്ന സൗണ്ടുകൾ അങ്ങനെയൊക്കെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഡിക്കിയിൽ വരുന്ന ഒരു സ്റ്റോപ്പർ ഉണ്ട് 2 സൈഡും വരുന്ന, അതിലേക്ക് എപ്പോഴും ഗ്രീസ് ചെയ്തില്ലെങ്കിൽ ഓയിലിൻ്റെ അംശം കൊടുത്താൽ മാത്രം ആ ഒരു സൗണ്ട് നിൽക്കുള്ളൂ. അതുപോലെ റിയർ സീറ്റും എപ്പോഴും കോളേജിന് കിലിന്ന് പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോഴും ഇതിന് സൗണ്ട് ഉണ്ട്, നമ്മളത് ക്ലിയർ ആക്കിയിട്ട് കൊടുക്കുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.